സെക്കൻഡ് സ്റ്റാൻഡേർഡ് ദുറൂസ് എക്സാം സ്പെഷ്യൽ പാർട്ട് 2 ആണിത്. ഇതിൽ സംഭാഷണമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ, അൽഹംദു സർവസ്തുതിയും ലില്ലാഹി, അള്ളാഹു താലക്കാണ്. ഒരാൾ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് എഴുതണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയണം. കൈഫ ഹാലിക്കും, കൈഫ ഹാലിക്കും എന്താണ്, എന്തൊക്കെയാണ്? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ സെയിൻ. കൈഫ ഹാലിക്കും അൽഹംദുലില്ലാ സെയിൻ. കൈഫ ഹാലിക്കും അൽഹംദുലില്ലാ സെയിൻ. കൈഫ ഹാലിക്കും അൽഹംദുലില്ലാ സെയിൻ. ബിഖൈർ. വീണ്ടും കൈഫ ഹാലിക്കും എന്ന് ചോദിക്കുമ്പോൾ ബിഖൈർ അൽഹംദുലില്ലാ, ബിഖൈർ അൽഹംദുലില്ലാ, ബിഖൈർ അൽഹംദുലില്ലാ. ഇല്ലല്ലി ആയി മഅസ്സലാമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതേപോലെ പഠിക്കുക. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് എഴുതുക. കൈഫ ഹാലുക്ക എന്ന് ചോദിക്കുമ്പോൾ സെയിൻ അൽഹംദുലില്ലാ ചോദിക്കുക. തിരിച്ച് നമ്മൾ കൈഫ ഹാലുക്കും എന്ന് ചോദിക്കുക, ഖൈർ അൽഹംദുലില്ലാ എന്ന് പറയുക. ഇല്ലല്ലേ ആയി പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം. അത്രയും പഠിക്കാനുള്ളൂ. ഓക്കെ. 5ാമത്തെ പാഠം അബുൽ ബഷർ, മനുഷ്യപിതാവ്. അബുൽ ബഷർ, മനുഷ്യപിതാവ്. ആരാണ് അബുൽ ബഷർ? ആദം നബി അലൈഹി സ്വലാമാണ്. ആദം നബി അലൈഹി സ്വലാമാണ് നമ്മുടെ അബുൽ ബഷർ. മനുഷ്യപിതാവ് ആദം നബി അലൈഹി സ്വലാമാണ്. ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അള്ളാഹു താല പറയാണ് മലക്കളോട്, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. ആര് പറഞ്ഞതാണിത്? അള്ളാഹു താല പറഞ്ഞതാണ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? മലക്കുകൾക്ക് സംശയത്തോടു കൂടി ചോദിച്ചു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? അള്ളാഹു താല പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അള്ളാഹു താല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ആദം നബി എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? കളിമണ്ണിൽ നിന്ന്. ആദം നബി എന്തിൽ നിന്ന് സൃഷ്ടിച്ചു? കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു. ആദം നബിയെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും എല്ലാ പേരുകളും ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എല്ലാ വസ്തുക്കളുടെയും പേരുകളും എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അള്ളാഹു തആല ചോദിച്ചു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. മലക്കുകൾക്കറിയാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹു താല പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹു താല ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദം നബി അലൈഹി സ്വലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ അങ്ങനെ പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. ആദം നബിക്ക് എല്ലാം അറിയുന്നത് കൊണ്ട് ആദം നബിയെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അള്ളാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. അങ്ങനെ ഇബ്ലീസ് ഒഴികെ എല്ലാ മലക്കുകളും ആദം നബിക്ക് സുജൂദ് ചെയ്തു. അവൻ അഹങ്കരിച്ചു. ഇബ്ലീസ് അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. മലക്കുകളെ എല്ലാവരെയും പ്രകാശത്താലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇബ്ലീസിനെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ ആദം നബി അലൈഹി സ്വലാമിനെ കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ സുജൂദ് ചെയ്യാതെ ഇബ്ലീസ് പറഞ്ഞു, തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയില്ല. ഈ അഹങ്കാരം കൊണ്ടാണ് അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. ആദം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല സ്വർഗത്തിലാക്കി ഇണയായി ഹവ്വ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. ഇണയായി ആദം നബിയുടെ ഭാര്യയായി ഹവ്വ ബീവി. ആദം നബിയുടെ ഇണയായിരുന്നു, ആദം നബിയുടെ ഭാര്യയായിരുന്നു ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവർ അള്ളാഹു തആല ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. ആദ്യത്തെ ഉപ്പയും ഉമ്മയും ആരാണ്? ആദം നബിയും ഹവ്വ ബീവിയുമാണ്. മനുഷ്യപിതാവ് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്. ഈ വീഡിയോയുടെ വൈൻഡപ്പാണ് സെക്കൻഡ് പാർട്ട്. ഇനി ഓക്കെ. അസ്സലാമു അലൈക്കും. Thank you for watching.